ഹലോ അമ്മ. എന്തൊക്കെയുണ്ടമ്മ? ആ ഓ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആ കൊച്ചു അകത്തുണ്ട് കളിച്ചോണ്ടിരിക്കുക. ആ അമ്മ എന്തെടുക്കണേ? ആണല്ലേ. അമ്മ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. സിദ്ധുവിനെ ഈ സോമനാംബുലസം ഉണ്ടായിരുന്ന പണ്ട് കുഞ്ഞിലെ എപ്പോഴെങ്കിലും? ആ ഈ രാത്രി ആരോടൊക്കെ പറയാതെ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് നടക്കൂലേ ആ അസുഖം? അപ്പൊ ചെറുപ്പത്തിലൊന്നും വന്നിട്ടില്ല? ആണല്ലേ. ആ ഒന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഡൗട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞാൻ വിളിക്കാവേ. ആ അമ്മ ഹലോ. പിന്നെ ഞാൻ ഈ ചോദിച്ച കാര്യേ സോമനാമരസത്തിന്റെ കാര്യം സിദ്ധുവിന്റെ അടുത്ത് പറയല്ലേ. ആ ശരി. എന്താ പറഞ്ഞു? അമ്മ പറയുന്ന സിദ്ധുവിന് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ലെന്ന്. അതെങ്ങനെ ശരിയാവും? രണ്ടും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവണല്ലോ ലച്ചു. ലച്ചേ, എനിക്കൊരു കസിൻ ഉണ്ടായിരുന്നേ. അവൻ ഇതുപോലെ രാത്രി എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എണീറ്റ് നടന്നിട്ട് രാത്രി അവൻ അടുക്കള ചെന്ന് മൂത്രമൊഴിക്കും. ആ എന്നിട്ട് അവന്റെ അമ്മ എന്തോ ചെയ്തെന്നറിയാമോ? താക്കോലെടുത്ത് അടുക്കള പൂട്ടി. പിന്നെ ഇവ എണീറ്റ് മൂത്രം ഒഴിക്കണത് അടുക്കളയുടെ ഫ്രണ്ടിൽ, അടുക്കളയിലെ വാതല്ല. ആ ഇപ്പൊ അതൊക്കെ മാറി. പിള്ളേരുടെ ഒരു കാര്യങ്ങള്. പിള്ളേരാ 40-40 വയസ്സുണ്ട്. ആ എന്നാൽ ഇതെന്താ സംഭവം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അമ്മായി. ലച്ചേ, ചിലപ്പം ഗൾഫിൽ വെച്ചാണ് അവന് തുടങ്ങിയെങ്കിലോ? പക്ഷെ നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനൊരു വഴിയില്ലല്ലോ. ഒരു വഴി ഉണ്ടല്ലോ. ഏത് വഴി? ഷിഹാബിക്കയുടെ കൂടെ ആയിരുന്നില്ലേ അവൻ ഗൾഫില്? അതെ, ഇക്കയെ വിളിച്ചു പോര്. പറഞ്ഞല്ലോ, അത് ശരിയാണല്ലോ. വിളിച്ചു നോക്കി. ഹലോ ഇക്ക, എന്തുണ്ട് ഇക്ക? സുഖല്ലേ? ആ ഇവിടെ സുഖം. ഓ സിദ്ധു ദേഹത്തുണ്ട്. ആ ഇക്ക, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ദുബായിൽ വെച്ചിട്ടേ സിദ്ധുവിന് ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കിടക്കുന്ന അസുഖം ഉണ്ടായിരുന്ന? ആണല്ലേ. ഇല്ല, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഇക്ക, ഞാൻ ഈ ചോദിച്ച കാര്യം സിദ്ധുവിൻ്റെ അടുത്ത് പറയണ്ട കേട്ടാ. ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓ, അവന് ദുബൈയിൽ വെച്ച് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ലാന്ന്. ആ അതും കൂടി ശരിയാവില്ലല്ലോ ലച്ചു. എന്തോ പദ്ധതികളുണ്ട് അമ്മായി, കണ്ടുപിടിക്കണം. നടന്നോണ്ട് ഉറങ്ങണ. അമ്മായി, ഇതാണോ സോമനാംബുലിസം? വിളിക്ക്. ഉറങ്ങുമല്ലേ അമ്മായി? വിളിക്കങ്ങോട്ട്. സിദ്ധു, സിദ്ധു. ഞാൻ വിളിക്കാം. സിദ്ധു, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയതല്ല, ഉറക്കത്തിൽ അവിടുന്ന് ഇവിടം വരെ നടന്നു വന്നതാ. ആണോ? ആ എങ്ങനെയാ ചെറുക്കത്തിൽ നടക്കുന്നേ?
സോമനാംബുലിസം എന്നുവെച്ചാ ഉറക്കത്തില് സ്വപ്നം കണ്ട് അതിന്റെ പുറകെ അങ്ങ് പോകും. ഇതിപ്പോ എന്താ ചെയ്യാ? കുറച്ച് ദിവസം കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണാം. ഹോസ്പിറ്റലിൽ പോകേണ്ട സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല. മധ്യാഹ്നം இந்த സോംനാംബുലിസം വരുമാ? ആന്റി, അതായത് ഗാഢ നിദ്രയിലോട്ട് കയറത്തില്ലേ, അപ്പോഴും എങ്ങനെ സംഭവിക്കണേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ അല്ല, ഉറക്കത്തിൽ ഇങ്ങനെ എണീറ്റൊക്കെ നടന്നിട്ടേ ആ പാറമടയിലെങ്ങനെ ചെന്ന് വീണ എന്തോ ചെയ്യും? പൂട്ടിടണം, സിദ്ധുവിനെ പൂട്ടിടണം. അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പാറമടയിൽ വല്ലതും പോയി ചാടും. കൂട്ടിയിടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ നിൽക്കാൻ പറ്റും? ഞാൻ നിൽക്കാതെ വേറെ ആയിരിക്കും. നമ്മ കൂടെ പോവാൻ വേണ്ടാമോ? അപ്പോ അത് ലച്ചു ഇവിടെ വിളിക്ക്. ലച്ചു അവനോടെ പോയി പോയി പോയാ? കൂടെ വാ, കൂടാ വാ, നോക്കാം. നേരം വിളിക്കാറായില്ല, ഇവരത് അവിടെ പോയി. വാ, അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടാ അച്ഛൻ കുറച്ചു നേരം കൂടെ ഉറങ്ങട്ടാ. അച്ഛന് ബെഡ് കോഫി വേണോ? സിദ്ധു, ഞാനെങ്ങനെ ഇവിടെ എത്തി? ഇതാണോ സോമനാംബുലിസം? പക്ഷെ അതിങ്ങനെ അല്ലല്ല. നീ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങണേ? ഇവിടെ അത് ഞാൻ ഉറക്കത്തിൽ വന്നതായിരിക്കും. ആണോ? അപ്പൊ വന്നപ്പോ ഈ പായും തലയാണൊന്നും കയ്യിലില്ലായിരുന്നല്ലോ. പായം തലയണയും അത് എങ്ങനെ എത്തിയോ എന്തോ ഇവിടെ? അയ്യോ, പാറമടയിലത്തെ ജലദേവത കൊണ്ടുവന്ന് വെച്ചതായിരിക്കും. സിദ്ധു കിടന്ന് ഉരുളല്ലേ, സത്യം പറ. എന്താ പ്രശ്നം? അപ്പോ പ്രശ്നമായിട്ടൊന്നും ഇല്ല. പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ഒന്ന് കിടന്നുറങ്ങുന്നേ? അത് ചുമ്മാ വന്ന് കിടന്നുറങ്ങിയതാ. മോനെ, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സൊല്ല് സിദ്ധു. അത് പറ. ഒന്നുമില്ലടാ. എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടാ. പറയണോ? പറ. പറയണോ? പറയുന്നുണ്ടോ ഇല്ലയോ? അമ്മൂമ്മ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീട്ടിൽ കിടന്നിട്ട് ഉറക്കം കിട്ടണില്ല. അതെന്താ? മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെന്റലി ഒരു കുഴപ്പമില്ല. ലജുസിന്റെ കൂർക്കമല കാരണം എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല. കൂർക്കമല? ആര് കൂർക്കമല? ഞാൻ ഒന്നും കൂർക്കൊന്നും വലിക്കാറൊന്നുമില്ല. ലജുസെ, നീ നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട്. ഉറക്കത്തിലായോണ്ട് നീ അറിയാത്തതാ. അടുത്ത് കിടക്കാൻ പറ്റണില്ലടി. ചുമ്മാ കള്ളം പറയല്ലേ. ഞാൻ തന്നെ കള്ളം പറയണേ, സത്യ. ഞാൻ കൂർക്കൊന്നും വലിക്കാറില്ല അമ്മായി. കഷ്ടമാണത്. പാവ സിദ്ധുവിന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ ലച്ചുവേ. നീ അത്രയ്ക്ക് ശല്യാണെങ്കിൽ ആ ഹോളെങ്ങനെ പോയി കിടന്നൂടെ? ലജുസെ, നിന്റെ ഒടുക്കത്തെ കൂർക്കമ്പലി കാരണം ഞാൻ രാത്രി ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേട്ടിട്ടാ കിടന്നുറങ്ങണേ. രാവിലെ ആകുമ്പോഴേക്കും ഹെഡ്സെറ്റ് ചാർജ് ചെയ്യും. പിന്നെ വീണ്ടും ഉള്ള കൂർക്കമ്പലി. അതുകൊണ്ടാ ഞാൻ ഇവിടെ ഒന്ന് നടന്നത്. അല്ല, അങ്ങനെയാണെങ്കിലേ മോനെന്തിനാ ഉറങ്ങിക്കോണ്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് നടന്നു പോയല്ലോ? അത് പിന്നെ എനിക്ക് സോമനാംബുലിസം ആണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടെന്ന് ഓർത്തു. വെറുതെ എന്തിനാ എന്റെ ലച്ചൂസിനെ നാണം കിടത്തുന്നത് കരുതിയിട്ടാ. എന്തായാലും മോൻ ബാ, വീട്ടിലോട്ട് പോവാ. എന്താണല്ലോ ഇത്രയായി, നല്ല വൈബുണ്ട്. കുറച്ചു നേരം കൂടെ കിടന്നിട്ട് അങ്ങെടുത്താ.
ഇനിയേ ഞാൻ മുറിയുടെ പരിസരത്ത് ഇങ്ങനെ കൊണ്ടോണ്ടല്ലോ. ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ. എവിടെയാവും ചപ്പി കിടന്നു മാറി. മോനെ എണീറ്റ് വാ. വന്നേക്കാം. വാ